ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സുധിയുടെയും ശ്രുതിയുടെയും കടയുടെ ഉദ്ഘാടനവും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ രേവതിയെ വളരെ മോശമായിട്ട് പറയുകയും രേവതി അവിടെ വെച്ച് തരം താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ അച്ചമ്മയാണെങ്കിൽ ചന്ദ്രമതിക്ക് നല്ല അടിപൊളി പണിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളായിരുന്നു നമ്മൾ പങ്കുവെച്ചത്. ഇനിയിപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ സുധി ജോലിക്കൊക്കെ പോയി തുടങ്ങി കഴിയുമ്പോഴേക്കും സുധിയുടെ ആ പഴയ സ്വഭാവം, ആ മടി വീണ്ടും തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ നല്ല രസകരമായ ഒരു വിശേഷമാണ്. അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സുധിക്ക് നമ്മുടെ സച്ചി കൊടുക്കുന്ന പണി, അതാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കമ്പനിയിലാണെങ്കിൽ നല്ല രീതിയിൽ കടയൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും കൂടെ. അപ്പോൾ ആദ്യത്തെ ദിവസമാണ് നല്ല രീതിയിൽ കച്ചവടമൊക്കെ അങ്ങ് നടന്നിട്ടുണ്ട് കേട്ടോ. പഴയ സ്റ്റാഫിനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ശ്രുതി പിരിച്ചു വിടുകയും ചെയ്തു. അവരോട് പറയുന്നുണ്ട് നാളെ മുതൽ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. അപ്പോൾ പ്രായമായ കുറേ പേരാണ്. അവർ ചോദിക്കുന്നുണ്ട്, അയ്യോ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ എവിടെ പോകും, ഞങ്ങൾക്ക് വേറെ എവിടെയും ജോലിക്ക് പോകാൻ അറിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, ഇനി ഞാൻ യങ് ജനറേഷനെയാണ് വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ കുറേ പേര് വരുന്നുണ്ട്, അവരെയാണ് ഞാൻ വയ്ക്കാനായിട്ട് പോകുന്നത്, അല്ലാതെ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ അവർ ഒരുപാട് വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഒരാൾ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഞങ്ങൾ പകരം വീട്ടും, ഞങ്ങൾ കേസ് കൊടുക്കൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുക. അപ്പം വേറൊരാൾ പറയുന്നുണ്ട്, വേണ്ട സാരില്ല, എന്തെങ്കിലും ആട്ടെ, അയാളുടെ കട അയാളുടെ ഇഷ്ടം, അതുപോലെ തന്നെ ചെയ്യട്ടെ, നമുക്കൊക്കെ അങ്ങ് പോയേക്കാം എന്ന് പറയാണ്. അങ്ങനെ അവരവിടുന്ന് പോവാം. നമ്മുടെ ശ്രുതിയും പുതിയ സ്റ്റാഫിനെയൊക്കെ വയ്ക്കുകയാണ്. യങ് ജനറേഷനിൽപ്പെട്ട കുറച്ച് പേരെ വച്ചിരിക്കുകയാണ് സ്റ്റാഫായിട്ട്. അങ്ങനെ കച്ചവടമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുകയാണ്. ശ്രുതിക്കുമൊക്കെ സന്തോഷമാവാണ്. ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് ശ്രുതിയോട്, നമ്മൾ ഒരു മൾട്ടി മില്യണറൊക്കെ ആയിട്ട് മാറും, എൻ്റെ ആഗ്രഹം പോലെ ഒരു വലിയ ബിസിനസ്സുകാരനൊക്കെ ആവും. കടയിൽ കണ്ടില്ലേ, ആദ്യത്തെ ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് നടന്നത്. ഇനിയിപ്പം അത് ഇരട്ടിച്ചിരട്ടിച്ച് കോടികളൊക്കെ ആയി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അങ്ങ് സാക്ഷാത്കരിക്കും എന്നൊക്കെ ശ്രുതി അങ്ങ് വിചാരിക്കുക. അങ്ങനെ കടയിൽ അവർ പണിയെല്ലാം കഴിഞ്ഞ് രാത്രി 9 മണിയോടുകൂടി കടയെല്ലാം അടച്ചു കഴിയുമ്പോൾ ശ്രുതിയും കൂടെ വീട്ടിലേക്ക് പോവുക. അന്നേരം പറയുന്നുണ്ട്, നന്നായിട്ട് ക്ഷീണിച്ചു, നന്നായിട്ട് നിന്ന് ജോലിയെല്ലാം ചെയ്ത് ആൾക്കാരോടെല്ലാം സംസാരിച്ച് എൻ്റെ കാലൊക്കെ അങ്ങ് കഴച്ച് പൊട്ടുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറയാണ്, അതങ്ങനെയാണ് ശ്രുതി, ആദ്യമായിട്ടല്ല ഇപ്പം, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ശ്രുതിക്ക് തോന്നുന്നത്, അതൊക്കെ അങ്ങ് മാറിക്കോളൂന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുക. അങ്ങനെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുക. അപ്പം വീട്ടിലാണെങ്കിൽ എല്ലാവരും രാത്രിയാണല്ലോ, കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയാണ് ഒന്ന് വാതിൽ ഓർക്കുന്നത്. ആഹാ മക്കളെ, നിങ്ങൾ എത്തിപ്പോയോ, ആഹാ എന്നെ കൊണ്ട് പിന്നെ നന്നായിരുന്നല്ലേ, ഇന്ന് കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയാണ് ഇങ്ങനെ തൂങ്ങി അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷീണം കാരണം ശ്രുതിക്ക് തീരെ വയ്യ. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നല്ലേ, എൻ്റെ മക്കളങ്ങ് ക്ഷീണിച്ച് പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയാം, എൻ്റെ പൊന്നമ്മേ, എൻ്റെ കാല് കഴിച്ച് പൊട്ടുക, രാവിലെ തൊട്ട് നിൽക്കുന്നതല്ലേ എന്ന് പറയാം. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ അവിടെ നിൽക്ക്, 1 മിനിറ്റിൻ്റെ ആ കാര്യം കൂടെ ഉള്ളൂ, ഞാൻ പോയിട്ടേ അകത്തുനിന്ന് ആരതി എടുത്തുകൊണ്ട് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ദൃഷ്ടി ദോഷമൊക്കെ പെട്ടിട്ടുണ്ടാവും, പലരും കണ്ണു വെച്ചിട്ടുണ്ടാവും, നല്ല കച്ചവടമല്ലായിരുന്നു ഇന്ന്, കടയിലാണെങ്കിൽ ഒരുപാട് ആളുകളെയും വന്നു. അപ്പോൾ ഇത്രയും നല്ല രീതിയിലൊക്കെ എൻ്റെ മക്കൾ പോകുന്ന കണ്ടപ്പോൾ പലരും കണ്ണു വെച്ച് കാണും, അതിനുവേണ്ടി ദൃഷ്ടിദോഷം മാറാൻ ഒന്ന് ആരതി ഒഴിഞ്ഞിടാന്ന് പറയാം. എന്നിട്ട് അടുക്കളയിലേക്ക് ആരതി എടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ വേണ്ട, എനിക്കാണെങ്കിൽ നിൽക്കാനേ വയ്യ, എൻ്റെ കാല് കഴിച്ച് പൊട്ടുക എന്ന് പറയുക. 5 മിനിറ്റോടെ പോയി ശ്രമിക്കുക എന്ന് പറഞ്ഞു പോയി ആരതി എടുത്തിട്ട് വരിക. എന്നിട്ട് ഇവരെ അങ്ങ് ഒഴിയാണ്, ആരതി ഒഴിഞ്ഞ് ഒക്കെ കളയും. അപ്പം അങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ രവി അതിലേ വരുമ്പം വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. ശ്രുതിയും വാതിക വെളിയിൽ ഇങ്ങനെ നിൽക്കുക വെയിറ്റ് ചെയ്ത്. അപ്പോൾ രവി ചോദിക്കുക, എന്താ മക്കളെ നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അകത്തേക്ക് കയറി വാതികയെന്ന്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ അത് അമ്മ ആരതി ഒഴിയാൻ വേണ്ടി ആരതി എടുക്കാൻ പോയിരിക്കുക എന്ന് പറയാം. അപ്പോൾ ഉടനെ രവി പറയാം, ഈ 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ രാത്രിയിൽ എന്നെ ആരതി ഒഴിയാനാണ് ഇവള് പോയിരിക്കുന്നത്, ഇവൾക്ക് എന്ത് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക.
അപ്പോൾ ചന്ദ്രമതി അങ്ങോട്ട് ആരതിയൊക്കെ ആയിട്ട് വരും. അന്നേരം ചന്ദ്രമതി രവിയോട് പറയുക, മക്കൾക്ക് ഇന്ന് ആദ്യത്തെ ദിവസം അല്ലായിരുന്ന കടയിലെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ആ കച്ചവടമൊക്കെ അതുപോലെ നടന്നതിന് പലർക്കും അസൂയ കാണും. ഈ അസൂയൊക്കെ കാരണം കണ്ണ് കിട്ടി കാണും അവർക്ക്. ദൃഷ്ടിദോഷം മാറാനേ ആരതി ഒഴിഞ്ഞിടാന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ സുധി പറയാം, എൻ്റെ അമ്മ എനിക്ക് വയ്യ, ഭയങ്കരമായിട്ട് ടയർഡായിട്ട് നിൽക്കുകയാണേ എന്ന് പറയുമ്പോൾ ഉടനെ ചന്ദ്ര പറയാം, ആരതി ഒഴിയുമ്പോഴേ മോനെ ആ ക്ഷീണമൊക്കെ അങ്ങ് പോവും, കണ്ണ് കിട്ടിയതിൻ്റെ ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആരതി ഒഴിയുക. അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ളവരെല്ലാം വരിക. ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട്, അതുപോലെ രേവതി വരിക. അപ്പോൾ രേവതി നോക്കുമ്പോഴിങ്ങനെ ആരതി ഒഴിയാണ് കേട്ടോ. അപ്പോൾ ആരതി ഒഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സച്ചി അങ്ങോട്ട് വരും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആഹാ ഇതെന്താ ഇവർ വന്നിട്ട് ഇവിടെ എന്താ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയാണോ? അമ്മ എന്താ ഇവരെ രണ്ടിനെയും കൂടെ പൂജിക്കുവാണോ ഈ രാത്രിയിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് അവർക്ക് ആരതി ഒഴിഞ്ഞിടുക, ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ട് അമ്മ. ആഹാ ദൃഷ്ടിദോഷമോ ഇവർക്കോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാം, അതെന്താടാ ഇവർക്ക് ദൃഷ്ടിദോഷം വരാൻ മേലെ? ഇന്ന് അവിടെ എത്രമാത്രം കച്ചവടം നടന്നെന്ന് നിനക്കറിയാവോ? ആളുകൾ വന്നവരും പോയവരും ഒക്കെ കണ്ണ് വച്ചിട്ടുണ്ടാവും ഇവരുടെ കച്ചവടവും അവരുടെ കടയും എല്ലാം കണ്ടിട്ട്. അതെൻ്റെ മക്കൾ കേൾക്കില്ലേ, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് രേവതി വിളിക്കുക. രേവതി ഇങ്ങോട്ട് വന്നേ, നീ വന്നിട്ട് ഈ ഇതൊന്നും മുറ്റത്ത് കൊണ്ട് കൊട്ടിക്കള എന്ന് പറയാണ്. ഈ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞുള്ള ആ കരിയെല്ലാം കൂടെ പുറത്ത് കൊണ്ട് കള എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എടി രേവതി നിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ ആരതി ഒഴിഞ്ഞ് ആ പൊടിയുണ്ടല്ലോ ആ വിളക്ക് അത് അവൻ്റെ തലയിലോട്ട് അങ്ങ് തട്ട് എന്ന് പറയാം. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രൻ പറയാണ്, നീ എന്താണ് ഈ പറയുന്നത്? അവൻ്റെ തലയിലോ? അവൻ എത്ര രൂപയുടെ കച്ചവടം നടത്തിയിട്ടാണ് വന്നതെന്നറിയാവോ? എൻ്റെ മക്കളങ്ങ് കഷ്ടപ്പെട്ടു പോയി, വാ മോനെ അകത്തേക്ക് കയറി വാ എന്ന് പറയുക. രേവതിയാണെ ഇത് പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അകത്തേക്ക് കയറി വന്ന ഉടനെ നമ്മുടെ സൂതി വന്നിട്ട് ആ സെറ്റിയിലേക്ക് അങ്ങ് ഇരിക്കുകയല്ല, അങ്ങോട്ട് കഥ എടുത്ത് വെച്ച് കുഷ്യനൊക്കെ എടുത്ത് വെച്ച് അങ്ങ് കിടക്കുക. എന്നിട്ട് പറയാം, ഹോ എനിക്ക് ക്ഷീണം കാരണം വയ്യ, നിന്ന് കാല് കഴച്ച് പൊട്ടി. രാവിലെ മുതൽ വന്നവരോടും പോയവരോടും എല്ലാം വാചകം അടിച്ച് വേണ്ടേ ബിസിനസ് ചെയ്യാൻ. അങ്ങനെ വാചകം അടിച്ച് എൻ്റെ വായെല്ലാം അങ്ങ് വേദന എടുക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാ, എൻ്റെ മോനെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കഷ്ടപ്പാട് അതങ്ങ് മാറിക്കോളും മോനെ എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് പറയുക, സുധിയുടെ ശ്രീകാന്ത് ഒരിത്തിരി വെള്ളം ഇങ്ങനെ എടുത്തോട് വന്നേടാ ചേട്ടന്. അപ്പോൾ പറയാം, അങ്ങോട്ട് പോയി എടുത്ത് കുടിക്കാമല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ സുധി, എടാ എനിക്ക് വയ്യടാ, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്, അറിയുമോ എൻ്റെ വായൊക്കെ അങ്ങ് വേദന എടുക്കുക കസ്റ്റമേഴ്സിനോടെല്ലാം സംസാരിച്ചിട്ട് എന്ന് പറയുമ്പോൾ സച്ചി പറയാം, അയ്യോ അങ്ങനെ വായൊക്കെ വേദന എടുക്കുമോ? ഞങ്ങൾ ഓട്ടത്തിനൊക്കെ പോകുമ്പോഴും കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയാം, നേരാ കഷ്ടപ്പാടുണ്ട്, ഞാനാണെങ്കിലും ഹോട്ടലിൽ അവിടെ കിച്ചണിൽ നിന്ന് ജോലി എടുക്കുമ്പോഴേ ഭയങ്കര കഷ്ടപ്പാടാണ്, എന്നാലും അതൊക്കെ സഹിച്ചാൽ നിൽക്കുന്നത്. എടി നിനക്കും കഷ്ടപ്പാടില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷയോട്. വർഷ പറയുന്നുണ്ട്, ഞാനും ഇതുപോലെ സ്റ്റുഡിയോയിൽ പോയിട്ട് വാചകടിച്ചല്ലേ ചെയ്യുന്ന ജോലി, അത് എനിക്കിഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്യും എന്ന് പറയാം. അപ്പോൾ ഉടനെ നമ്മുടെ രേവതി പറയാം, എല്ലാ ജോലിയും അതെ, കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെ ജോലി നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല, ഞാൻ അവിടെ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ടാലും എനിക്കത് സന്തോഷമാണ് തോന്നുന്നത്, ആ ജോലി എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ വർഷയും പറയാണ്, അതെ എൻ്റെ ജോലി സ്റ്റുഡിയോയിൽ ഇങ്ങനെ വാതോരാ സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്കും അത് ഇഷ്ടമുള്ള ജോലിയാണ്, അത് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ സുധിയേട്ടനും ചെയ്താൽ മതി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് സുധിയോട്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാം, നിങ്ങളെല്ലാം ഇങ്ങനെ ഇവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇവൻ ഇത്രയും കഷ്ടപ്പെട്ടു വന്ന് എൻ്റെ കുഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ നിങ്ങളാരും? എന്നിട്ട് വീണ്ടും അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ, എൻ്റെ മോനെ നീ റെസ്റ്റ് എടുക്കുമ്പോൾ നിനക്കതൊക്കെ മാറിക്കോളും, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ നീ പോയത്, അതിന് പരിചയമായി വരുമ്പോൾ നിനക്കതങ്ങ് ക്ഷീണമൊക്കെ അങ്ങ് മാറിക്കോളും. അവൻ പാവം കഷ്ടപ്പെട്ടിട്ട് വന്ന് നിൽക്കുക. പിന്നെ നീ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ, നീ കുറേ സ്റ്റാഫുണ്ടല്ലോ അവിടെ, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കണം. എൻ്റെ കുഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കൊച്ചു വാചകം അടിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല, സ്റ്റാഫുകളെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യിക്കണം എന്നൊക്കെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ഉപദേശിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ സുധിയായിട്ട് ഉപദേശിക്കുക. സുധിയാണെങ്കിൽ അവിടെ കിടന്ന് മയങ്ങി അടിച്ച് പോവുക. അപ്പോൾ ഇതെല്ലാവരും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പം നമ്മുടെ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ശ്രുതി പറയുക, ശ്രുതി ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ്, ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട്, ടയേർഡ് ആയതുകൊണ്ടാണ് പാവം കിടക്കുന്നത്, അല്ലാതെ മടി പിടിച്ചിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് കയറി പോവുക.
അപ്പോൾ സുധിയെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട് ചന്ദ്ര. എണീക്ക് മോനെ, എണീറ്റ് പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോൾ ഈ ക്ഷീണമൊക്കെ മാറും, എന്നിട്ട് കിടന്നൊന്ന് ഉറങ്ങ്, അപ്പം എല്ലാ ക്ഷീണവും മാറും എന്ന് പറയാം മോൻ്റെ എന്നും പറഞ്ഞ് എണീപ്പിച്ച് ഒരു വിധത്തിൽ വിടുക. അങ്ങനെ റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുക കേട്ടോ. ആ സമയം കൊണ്ട് ശ്രുതിയാണെങ്കിൽ കട്ടിലിൽ കിടന്ന് നല്ല പോത്ത് പോലെ ഉറങ്ങുവാണ്. അപ്പോൾ ശ്രുതി വന്നിട്ട് വിളിക്കുന്നുണ്ട്, ശ്രുതി എണീക്ക്, ഭക്ഷണം കഴിക്കാൻ പോകാം, വാ, ഡ്രസ്സൊക്കെ ഒന്ന് മാറും, വാ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും ശ്രുതി പറയാം, അയ്യോ എൻ്റെ ശ്രുതി, എനിക്ക് മേല, എൻ്റെ ക്ഷീണം കാരണം എനിക്ക് മേല, ഇന്നത്തെ കഠിനാധ്വാനം കാരണം എനിക്ക് എണീക്കാനും മേല, ഇരിക്കാനും മേല, നിൽക്കാനും മേല, എനിക്ക് ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഇവിടെ കിടന്നൊന്ന് ഉറങ്ങിയാൽ മതിയേന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, അതെ, ഇവിടെ കിടന്നിങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെയാ, ഇന്ന് ഈ റൂമിൽ കിടക്കേണ്ടത് സച്ചിയും രേവതിയല്ലേ, അവരിപ്പോൾ വരും ഈ റൂമിൽ കിടക്കാനായിട്ട്, നമ്മൾ പുറത്തല്ലേ കിടക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ പറയുന്നുണ്ട് ശ്രുതിയെ, അയ്യോ എനിക്ക് പുറത്തൊന്നും കിടക്കാൻ പറ്റില്ല, എൻ്റെ ദേഹം മുഴുവൻ ഇന്ന് വേദന എടുത്തിട്ട് വയ്യ, ഭയങ്കര ക്ഷീണമാണ്, അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാണ് പുറത്ത് കിടക്കുന്നത്, അവരോട് പുറത്ത് കിടക്കാൻ പറ, ഞാൻ കിടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വരുവാ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, മോനെ എണീറ്റ് വാടാ, ഭക്ഷണം കഴിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. ഇല്ല, നിങ്ങൾ പോയിക്കോ, ഞാനേ ഭക്ഷണം കഴിച്ചോളാം, നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് വിടുക. അങ്ങനെ ശ്രുതിയും പോയി ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴും ശ്രുതി ഈ കിടന്ന് ഉറങ്ങുക. ഭക്ഷണം പോലും കഴിക്കാൻ എഴുതിക്കാതെ കേട്ടോ ശ്രുതി കിടന്ന് ഉറങ്ങുന്നത്. അത് കണ്ടിട്ട് ശ്രുതി അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഇപ്പം വരും സച്ചി, അവനിവിടെ കിടക്കണമെന്ന് പറഞ്ഞ് വരും, അപ്പോൾ പിന്നെ എന്താ ചെയ്യുക എന്ന് ഇങ്ങനെ പറയുകയാണ്. ഞാൻ എന്തായാലും ഇന്ന് ഇവിടുന്ന് മാറുകയെന്ന് പറഞ്ഞ് കിടക്കുക. അപ്പോൾ ഇത് നമ്മുടെ സച്ചി കേൾക്കുക. സച്ചി ചോദിക്കുന്നുണ്ട്, ആഹാ, അവനിതുവരെ എണീറ്റില്ലേ, ഞങ്ങളല്ലേ ഇന്ന് റൂം ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ് വാതിലിൽ വന്ന് മുട്ടിയിട്ട് വിളിക്കുന്നുണ്ട്, എടാ ശ്രുതി ഇങ്ങനെ ഇറങ്ങിക്കടാ, ഞങ്ങൾക്ക് കിടക്കാറായി, ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോഴേക്കും വിളിക്കുന്നുണ്ട് ശ്രുതി, എന്നിട്ടൊന്നും ശ്രുതി എണീക്കുന്നില്ല. അപ്പോൾ ശ്രുതി വാതൊക്കെ വന്നിട്ട് പറയാണ്, വിചാരിക്കുക ശ്രുതി, ഞങ്ങളാണെങ്കിൽ കമ്പനി പോയി കഷ്ടപ്പെട്ടിട്ടൊക്കെ വന്നതാ, ഇനിയിപ്പം ഞങ്ങൾ വെളിയിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഞങ്ങളിവിടെ കിടന്നെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഇന്നിവിടെ കിടക്കാം, അവർ വെളിയിൽ കിടക്കട്ടെ. അങ്ങനെ ഇപ്പം അവൻ പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ സച്ചി വന്ന് വാതിൽക്കൽ കിടന്ന് മുട്ടി വിളിയുക. അപ്പോൾ വാതിൽ തുറന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ദേ ശ്രുതി കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ, ഇത്രയും ക്ഷീണിച്ച് കിടക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെ വിളിച്ച് എണീപ്പിക്കാനാ. അപ്പോൾ സച്ചി പറയാം, അതൊന്നും നടക്കത്തില്ല, ഞങ്ങൾക്ക് ഇന്ന് ഈ റൂമിൽ കിടക്കണം, അവനെ വിളിച്ച് വെളിയിലിറക്കി കിടത്ത്, അവനെ വിളിച്ചിട്ട് എണീക്കുന്നില്ല, പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ എന്നൊക്കെ പറയുക. അപ്പോഴേക്ക് രേവതി വന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ കണ്ടില്ലേ, ഉറങ്ങുമല്ലേ, അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് വിളിക്കുക, ഉറങ്ങുന്നവർ അവിടെ ഉറങ്ങട്ടെ, നമുക്ക് വെളിയിൽ കിടക്കാം എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ സച്ചി പറയും, ഞാനൊന്നും സമ്മതിക്കത്തില്ല, അവൻ്റെ കള്ള ഉറക്കാത്, അവനെ ഇങ്ങ് വിളിച്ച് എണീപ്പിക്കുമെന്ന് ശ്രുതിയോട് പറയാം. ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല, ഇന്നൊരു ദിവസം ഞങ്ങളിവിടെ കിടക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒച്ച കേട്ടോണ്ട് രവിയും അതുപോലെ ചന്ദ്രയൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? അതെ, ഞങ്ങളാണ് ഇന്ന് ഈ റൂമിൽ കിടക്കേണ്ടത്, അച്ചമ്മ പറഞ്ഞ അനുസരിച്ച് ഇന്ന് ഞങ്ങൾ ഈ റൂമിൽ കിടക്കണം. എന്നിട്ട് ദേ അവൻ്റെ കള്ളയോർക്കം കണ്ടില്ലേ, അവൻ എണീക്കുന്നുമില്ല, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല, എന്തൊരു കഷ്ടമായത് എന്ന് സച്ചി പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അവനും ക്ഷീണമായിട്ടല്ലേ അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ, നിങ്ങൾക്ക് അവിടെയെങ്കിലും പോയി കിടന്നുകൂടെ, എടി നിനക്കാണോടി മുറിക്കകത്ത് കിടക്കണമെന്ന് നിർബന്ധം, നിനക്ക് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മേലേ, ഒരു ദിവസം നിനക്ക് വെളിയിൽ കിടക്കാൻ മേലേ രാജകുമാരിക്ക് എന്നൊക്കെ ചോദിക്കുക കേട്ടോ ചന്ദ്രയാണെങ്കിൽ രേവതിയോട്. രേവതി അപ്പോൾ പറയാം, അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല സച്ചിയേട്ടൻ ഇവിടെ നിന്ന് ബഹളം വയ്ക്കുന്നത്, സച്ചിയേട്ടൻ അല്ലാതെ തന്നെ ബഹളം വയ്ക്കുന്ന, ഞാൻ പറഞ്ഞതാ വെളിയിൽ കിടക്കാന്ന് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാം, പിന്നെ ഞങ്ങൾക്ക് കിടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ രവി പറയുന്നുണ്ടേ, വാ ചന്ദ്രേ, നമുക്ക് വെളിയിൽ കിടക്കാം, നീ ഇങ്ങോട്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്തോണ്ട് വാ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയും, നമ്മൾ വെളിയിൽ കിടക്കാനോ, നമ്മൾ വെളിയിലൊന്നും കിടക്കില്ല എന്ന് പറയാം. അപ്പോൾ രവി പറയാം, അതെന്താ, നമ്മുടെ ഒരു ദിവസം വെളിയിൽ കിടന്ന സച്ചി രേവതിയും ഇന്ന് ഈ റൂമിൽ കിടക്കട്ടെ, നമ്മുടെ മുറിയിൽ നമുക്ക് വെളിയിൽ കിടക്കാം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാം, അച്ഛാ വേണ്ട, അച്ഛനും അമ്മയും വെളിയിലൊന്നും കിടക്കണ്ട, നിങ്ങൾ രണ്ടുപേരും റൂമിൽ കിടന്നാൽ മതി, ഞാനും രേവതിയും കൂടെ വെളിയിൽ കിടന്നോളാം, പ്രശ്നം തീരുമല്ലോ, സാരില്ല. അപ്പോൾ രവി പറയുന്നുണ്ട്, വേണ്ട മോനെ, ഞങ്ങൾ ഇന്നൊരു ദിവസം വെളിയിൽ കിടക്കാം, അതിനിപ്പോൾ എന്താ പ്രശ്നം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട, അച്ഛൻ മുറി പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രവിയെ മുറിയിലേക്ക് കയറ്റി വിടുവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടല്ലോ എന്ന് വെച്ച് നിൽക്കുക. അപ്പോൾ നമ്മുടെ സച്ചിയാണ് ശ്രുതിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് രേവതി, വാ നമുക്ക് വെളിയിൽ കിടക്കാം എന്ന് പറഞ്ഞ് വിളിച്ചങ്ങ് പോവാണ് കേട്ടോ.
ആ സമയം ചന്ദ്ര വന്നിട്ട് ശ്രുതിയോട് പറയുക, രക്ഷപ്പെട്ടല്ലോ, അവൻ ഇന്ന് വെളിയിൽ കിടക്കട്ടെ. അങ്ങനെ അവനും അവളും ഇന്ന് റൂമിൽ കിടക്കേണ്ട കാര്യമില്ല, രണ്ടും ഇന്ന് പുറത്ത് തന്നെ കിടന്നോളും, ഏതായാലും നന്നായി എന്ന് പറയാണ്. അപ്പം ഗുഡ് നൈറ്റ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും മുറിയിലേക്ക് കയറി വന്ന് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ പതിവ് പോലെ തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് പോവുക. അപ്പോൾ രേവതി ഇതൊക്കെ പായൊക്കെ വിരിച്ച് കിടക്കാൻ പോവാണ്. അപ്പോൾ സച്ചി അവിടെ വന്ന് നിന്നിട്ട് സച്ചി പറയാണ്, അയ്യോ രേവതി, നിനക്ക് ഒരുപാട് വിഷമമായി കാണുമല്ലേ, ഇന്ന് നമ്മൾ റൂമിൽ കിടക്കേണ്ട ദിവസമാണ്, എന്നിട്ടും ഇന്നും നമുക്ക് വെളിയിലാണ് കിടക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ രേവതി പറയും, എന്താ സച്ചിയേട്ടാ ഈ പറയുന്നത്, അങ്ങനെ ഒരു വിഷമമൊന്നും എനിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതല്ല, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായി പോയല്ലോ, ഞാൻ വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവനും വലിയ ജോലിയൊന്നും ഇല്ലാത്തവനും ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത്. എൻ്റെ ചേട്ടനും അനിയനും ഒക്കെ പഠിപ്പുണ്ട്, അവർക്കൊക്കെ ഉദ്യോഗസ്ഥരാണ്, ഞാൻ വെറും ഒരു ഡ്രൈവറാണ്, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ എല്ലാവരും ഒഴിവാക്കി വിടുന്നത്. അന്ന് ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു, ഇപ്പം നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കര സെൻറ്റി അടിച്ച് വിഷമം അടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സാധാരണ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും സച്ചിയേട്ടൻ്റെ മുഖത്ത് വരാറില്ലല്ലോ, എടുത്തിട്ട് വെട്ടിയ 2 തുണ്ടെന്ന് പറയുന്ന പോലെ നിന്ന സച്ചിയേട്ടന് ഇപ്പം എന്താ ഇങ്ങനെ പറ്റാൻ, എന്താ ഒരു ഫീലിങ്സൊക്കെ മുഖത്തൊക്കെ ഒരു വിഷമം പോലെ. അപ്പം സച്ചി പറയാണ്, അതൊക്കെ സത്യ രേവതി, എനിക്ക് ഇന്നൊരു വിഷമം പോലെ തോന്നിയെന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാം, എനിക്കൊരു വിഷമവും തോന്നിയില്ല, ആ മുറിയിൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പം മേൽക്കൂരയല്ലേ കാണുള്ളൂ, അതുപോലെ തന്നെ എ സി ശരീരത്തിന് ദോഷമാണ്. ഇപ്പം ഇവിടെ ഈ ടെറസിൻ്റെ മുകളിൽ നമ്മൾ കിടന്നാൽ മുകളിലോട്ട് നോക്കുമ്പം നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും എല്ലാം കണ്ട് നല്ല സുഖമായിട്ട് കിടക്കാം. എ സിക്ക് പകരം മരങ്ങളിൽ നിന്ന് കിട്ടുന്ന നല്ല ശുദ്ധമായ കാറ്റും കിട്ടും, നല്ല സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാൻ മേലേ സച്ചിയേട്ടാ, അതല്ലേ നല്ലത്. ഞാനും അങ്ങ് എ സിയിലും റൂമിലും ഒന്നും കിടന്നിട്ടുള്ള ഒരു കോടിശ്ശേരിയൊന്നും അല്ലല്ലോ, ഒരു സാധാരണക്കാരിയല്ലേ സച്ചിയേട്ടാ എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ സച്ചിയേട്ടൻ എൻ്റെ കൂടെ ഉള്ളപ്പം, സച്ചിയേട്ടൻ്റെ കൂടെ ഞാൻ കിടക്കുമ്പം പിന്നെ എന്ത് സുഖമില്ലേലും റൂമില്ലേലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്കൊരു പ്രശ്നവും ഇല്ല, ഇതല്ലേ സച്ചിയേട്ടാ നമ്മുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയും കൂടെ സ്നേഹിച്ച് ഇങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ സന്തോഷത്തോടു കൂടി കിടക്കുകയാണ്. അതേസമയം പിറ്റേ ദിവസം നേരം വെളുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ കാപ്പിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ചന്ദ്രയ്ക്കും അതുപോലെ രവിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, രേവതി നീ കാപ്പി ഇട്ട് ശ്രുതിക്കും ഒക്കെ കൊടുത്തോന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവരൊന്നും ഇതുവരെ എണീറ്റിട്ടില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, അവർ എണീറ്റില്ലേ, അവർക്ക് കട തുറക്കാൻ പോകണ്ടേ, ഇന്ന് കടയിലെ 2ാമത്തെ ദിവസമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും എണീറ്റിട്ടൊന്നുമില്ല. അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ കുളിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ശ്രുതിയെ കിടന്ന് വിളിക്കുന്നുണ്ട്, ശ്രുതി എണീക്ക്, സമയം ഒരുപാടായി, നമുക്കിന്ന് കടയിൽ പോകണ്ടേ, ഷോപ്പ് തുറക്കണ്ടേ, എണീക്ക്, ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് വിളിക്കുക. പക്ഷേ ശ്രുതിയാണെങ്കിൽ അനങ്ങുന്നില്ല. എൻ്റെ പൊന്നു ശ്രുതി, എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എൻ്റെ ഉറക്കം തീർന്നില്ല, 5 മിനിറ്റ് കൂടി ഒന്ന് കിടന്നോട്ടെ എന്നിട്ട് എണീക്കാം എന്നൊക്കെ പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി, എനിക്ക് ഇനിയും എണീറ്റില്ലെങ്കിൽ സമയം പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. മടിയൻ ശ്രുതി അവിടെ തിരിഞ്ഞും മറിഞ്ഞും കമ്മെന്നും ഒക്കെ അങ്ങ് കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം ശ്രുതി ഇറങ്ങി വരുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് ചന്ദ്ര, അതെ എവിടെ ശ്രുതി, എവിടെ, എല്ലാം റെഡിയായോ, വാ വന്ന് കാപ്പി കുടിച്ചിട്ട് പോ എന്ന് പറയാണ് കട തുറക്കാനായിട്ട്. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, അതമ്മേ ശ്രുതി ഇതുവരെ എണീറ്റിട്ടില്ലേ, ഇനി അവൻ എണീറ്റ് കുളിച്ചൊരുങ്ങി പോകണ്ടേ, കട തുറക്കേണ്ടതല്ലേ ഇവൻ എന്തോർത്തോണ്ടാ ഈ കിടക്കുന്നത്. അപ്പോൾ ഉടനെ രവിയും പറയാം, നേരെ ഇത്രയും സമയമായി, കട തുറക്കണം എന്നുള്ളവൻ ഇങ്ങനെയായിരുന്നോ, ജോലിക്ക് പോകുന്നവർ രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ട്, വർഷയും ശ്രീകാന്തും, അവർക്കൊക്കെ നമ്മളെ രേവതിയാണെങ്കിൽ കാപ്പിയൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ശ്രുതിയെ എണീപ്പിക്കാൻ നിൽക്കുക. അപ്പോൾ ചന്ദ്ര പോയിട്ട് പറയുന്നുണ്ട്, ഞാൻ പോയി വിളിക്കാം അവനെ, ഞാൻ വിളിച്ച് എണീപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് പോയിരുന്നിട്ട്, മോനെ ശ്രുതി എണീക്കടാ, നിനക്ക് പോകണ്ടേടാ കടയിൽ, സമയം എത്രയായെന്ന് നിനക്ക് അറിയാവോടാ, ഇന്ന് കടയിലെ 2ാമത്തെ ദിവസമല്ലേ മോനെ, എണീക്ക്, നീ സന്തോഷമായിട്ട് എണീക്കടാ കുട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടുത്ത് പോയിരുന്ന് വിളിക്കുക. ഇത് കണ്ടുകൊണ്ട് രവി ചോദിക്കുന്നുണ്ട്, നീ എന്ത് കാണിക്കുക, അവനെ വിളിക്കുകയാണോ,
LKG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും നീ അവനെ ഇങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ജോലിക്ക് പോകാൻ പ്രായമായി ഇത്രയായവനെ നീ ഇങ്ങനെ തന്നെയാണോ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ടൊന്നും നമ്മുടെ സുധി ഉണരുന്നില്ല. സുധി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയും ചന്ദ്രയുടെ മടിയിലേക്ക് തല വെച്ച് കിടന്ന് പിന്നെ ഉറങ്ങുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് താടയ്ക്ക് കൈ കൊടുത്ത് എല്ലാവരും നിൽക്കുകയാണ്. അപ്പോഴാണ് സച്ചി വരുന്നത്. സച്ചി നോക്കി ഇവിടെ എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ. അപ്പോഴേക്ക് രേവതി പറയാണ്, അത് ഇതുവരെ സുധി എണീറ്റിട്ടില്ല പോകാനായിട്ട്. അവൻ എണീറ്റില്ലല്ലോ, എന്താ അവൻ എണീറ്റിട്ട് ഇപ്പം എന്താ വലിയ കാര്യം എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്ന രവി പറയാ, അവന് കടയിൽ പോകണ്ടേ. ഓ, അവന് കടയിൽ പോകണല്ലോ അല്ലേ, ഞാനതങ്ങ് വിട്ടുപോയി. ഹാ, കടയിൽ പോകേണ്ടവൻ ഇങ്ങനെ കിടന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇരുന്ന് നമ്മുടെ ചന്ദ്ര വിളിക്കുമ്പം പറയുന്നുണ്ട്, വിളിച്ചിട്ടൊന്നും അവൻ എണീക്കുന്നില്ലെന്നേ. പിന്നെ ഇങ്ങനെ വിളിച്ചാൽ എങ്ങനെ അവൻ എണീക്കാനാ, ഞാനിപ്പോൾ അവനെ എണീപ്പിച്ച് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ഒരു ജഗ്ഗി കുറേ വെള്ളം ഇരുന്ന് അതിങ്ങ് എടുത്തോട്ട് വന്ന് സച്ചി സുധിയുടെ തലയിലേക്ക് ആ വെള്ളം അങ്ങ് ഒഴിക്കുകയാണ്. സുധി ചാടി എഴുന്നേക്കുക. എന്തിനാണ് എൻ്റെ തലയിൽ വെള്ളം ഒഴിച്ച്, ഇത് ആരെ ഈ പണി ചെയ്ത് നാശം പിടിക്കാൻ, മനുഷ്യനെ ഒന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ, എന്തൊരു കഷ്ടമാണ് ഇതെന്നും പറഞ്ഞ് ചാടി എണീക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വഴക്ക് പറയാം, നീ എന്താടാ കാണിച്ചേ, അവൻ്റെ മേത്ത് ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ മേത്ത് വെള്ളമാണോ കൊണ്ട് ഒഴിക്കുന്നത്, അങ്ങനെ ചെയ്യരുതെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയാം, അങ്ങനെ ചെയ്യാതിരുന്ന ഇവനെ എണീക്കുമോ, അമ്മ അവിടെ നിന്ന് പാട്ട് പാടി ഉറക്കൊന്നൂടെ, ഇങ്ങനെ ഇപ്പോൾ വെള്ളം ഒഴിച്ചപ്പം കണ്ടില്ലേ ചാടി എണീറ്റത് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സൂതി ചാടി എണീക്കുകയാണ് കേട്ടോ. സൂതിയെ സച്ചിയാണ് വെള്ളം ഒഴിച്ച് എണീപ്പിക്കുക. നല്ലൊരു 8ൻ്റെ പണി തന്നെയാണ് സൂതിക്ക് കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്